11 പ്രസവിച്ചിട്ട്, പക്ഷെ 6 മക്കളേ ഉള്ളൂ. അന്നാശുപത്രികളില്ല. വയറ്റാട്ടി തള്ളകൾക്ക് സമയം കിട്ടിയാൽ എടുക്കുമെന്നുള്ളതല്ലാതെ സ്വന്തം വയറുന്ന് വന്ന പിഞ്ചോമന പൈതലിനെ മരിച്ചത് കണ്ട് മാറ്റിക്കടത്തി വീണ്ടും നെല്ലുകുത്താൻ പോയ ഒരു കാലഘട്ടത്തിൽ നിന്ന് 1ാമത്തെ മാസത്തിൽ പെൺകുട്ടിയുടെ ബീജത്തിന്റെ വെടിപ്പ് ആ പെണ്ണിന്റെ അണ്ടത്തോട് പിടിച്ചു എന്നറിയുന്നത് മുതൽ അത് ഏത് വൻകുടലിന്റെയും ചെറുകുടലിന്റെയും കുടുങ്ങിക്കിടക്കുന്ന പൈതൽ മക്കളാണെങ്കിലും ശരി, കൃത്യമായ വൈദ്യശാസ്ത്രത്തിന്റെ കരുത്തോടുകൂടി പുറത്തു കൊണ്ടുവരാനുള്ള മാറ്റം ലോകം തന്നില്ലേ. എന്നിട്ട് നമ്മൾ പറയാ കാലം അങ്ങനത്തതായി പോയി, കാലം അങ്ങനത്തതായതുകൊണ്ട് അപ്പ മക്കളൊക്കെ എങ്ങനെ ആയത്. വല്ലാത്ത ബുദ്ധത. നിങ്ങൾ കാലത്തിന് കുറ്റം പറയരുത് കേട്ടോ. കാലം കൊണ്ട് പടച്ചോൻ നിങ്ങളെ ആദരിച്ചിട്ടേ ഉള്ളൂ. അല്ല ആദരിച്ചിട്ടേ ഉള്ളൂ. നിങ്ങളെ മരുഭൂമിയിലൂടെ ഒട്ടകപ്പുറത്ത് ദിവസങ്ങളോളം യാത്ര ചെയ്ത സഹാബത്തിന് 85 കിലോമീറ്ററിലധികം, അതൊരു കണക്ക, നിസ്കാരത്തിന് 85 കിലോമീറ്ററിന്റെ പരിധിയിലധികം റബ്ബ് കണക്കാക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ ചുരുക്കിയാൽ മതി. ഇന്ന് 85 കിലോമീറ്റർ യാത്ര ചെയ്യാൻ 40 മിനിറ്റ് മതിയായിട്ടും നിസ്കാരത്തിന് നേരം കിട്ടാത്തവരായി നമ്മൾ മാറി. ആധുനികവൽക്കരണവും ലിബറൽ മനോഭാവവും ഭൗതികതയുടെ മഹാഭ്രമവും എത്രത്തോളം നമ്മളെ തോൽപ്പിച്ചു എന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കച്ചവടമായി കോസ്മെറ്റിക് രംഗത്തേക്ക് മനുഷ്യൻ പ്രവേശിക്കുന്ന കാഴ്ചയും കണ്ടു. മലപ്പുറം ജില്ലയിൽ കല്യാണം കഴിച്ച പെണ്ണ് കല്യാണത്തിന് അന്ന് കണ്ടപ്പോ എല്ലാവരും ചെറുക്കനോട് പറഞ്ഞാൽ എന്റെ ഭാഗ്യോടെ കിട്ടിയത്. പിറ്റേന്ന് നേരം വെളുത്ത് കുളിച്ചു വന്ന പെണ്ണിന്റെ മുഖത്ത് നോക്കി ആദ്യം കുടുംബത്തിലെ പെൺകുട്ടികൾ പറഞ്ഞു, പടച്ചോനെ കാക്കാത്തിന്റെ മാതിരി ആങ്ങളെ പറ്റിച്ചതാണ്. 11 ദിവസത്തിന്റെ അപ്പുറത്തേക്ക് ബോഡി ഷേപ്പിംഗ് കൊണ്ടും നിറത്തിന്റെ വർണ്ണവെറിയന്മാരുടെയും വാക്ക് കേട്ട് ആ സാധു പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്തു. ഇന്ന് മനുഷ്യർക്ക് തോന്നി കർത്തനെ ഒളിപ്പിച്ചു കൊണ്ടുവന്നാലേ കല്യാണപ്പുരയിൽ ഉഷാറാവും. ഇന്ന് ടോനം കൊണ്ട് അതല്ലെങ്കിൽ പെൺകുട്ടീനെ കൊണ്ട് സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കണേ, നമുക്ക് അവർ ബ്യൂട്ടീഷ്യന്മാരെ കൊണ്ട് വെക്കണം. ഞാനൊക്കെ പറയാറുണ്ട്, ഞാൻ പെട്ടെന്ന് നിർത്തട്ടോ, ഞാനൊക്കെ ഒരു നിക്കാഹിന് പോകുമ്പോൾ ചിലരോട് പറയും, മൗലവി 11 മണിക്കാണ് നിക്കാഹ്, നമ്മളൊരു 10:50 എത്തണം. നമ്മളിത് അൽഹംദുലില്ലാ എന്ന് വിചാരിച്ച് 10:55 എത്തും. ആ 55 ബാപ്പ മോനോട് അറിയുന്നെങ്കിൽ ഒരുങ്ങി വാടോ. 10-12 ചെക്കന്മാരെ കൂടെ ഓനങ്ങോട്ട് ഒരുങ്ങാൻ പോകും. പിന്നെ നമ്മളിങ്ങനെ പുറത്ത് ആവിട്ട് കുത്തിരിക്കുമ്പോൾ ഒരു 11:45 ചെക്കൻ അങ്ങനെ ഇറങ്ങി വരും. 10 കുട്ടകാരപ്പരം കാല് പുറത്തേക്ക് വെക്കുമ്പോഴേക്കും ക്യാമറമാൻ ഓടി വന്നിട്ട് പറയും ആയിട്ടില്ല, സ്ലോ മോഷനിൽ വെക്കണം. പിന്നെ അവന്റെ സ്ലോ മോഷൻ കഴിഞ്ഞ് ബാപ്പാനെ കെട്ടിപ്പിടി കഴിഞ്ഞ് ഉമ്മാൻ ഉമ്മ കൊടുക്കൽ കഴിഞ്ഞ് വല്യമ്മാൻ ആടി പിടിക്കൽ കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞിട്ടോ ഇങ്ങനെ വേദിയിലേക്ക് വരുമ്പോഴേക്കും സമയം 12:10 ഉണ്ടാവും. നമ്മളൊക്കെ അങ്ങനെ ബേജാറായി വാങ്ങി കൊടുക്കുമെന്നുള്ള ബേജാറിൽ നിൽക്കുമ്പോൾ കാണാൻ ചില കാരണവന്മാരും പതുക്കെ വന്നിട്ട് അറിയും, ഒരു 2-3 മിനിറ്റ് കൊണ്ട് അങ്ങ് തീർത്താൻ വേണ്ടിട്ടോ. ഇതെന്റെ ഒരു വർക്കത്തില്ല. ഒരു സമൂഹത്തിന്റെ 1 മണിക്കൂർ അങ്ങോട്ട് നഷ്ടപ്പെടുത്തുന്നത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? 1 മണിക്കൂർ നഷ്ടപ്പെടുത്തിയത് ഓരോ മനുഷ്യന്റെ കണക്കും കല്യാണം സംഘടിപ്പിച്ച വാപ്പയും മക്കളും പടച്ചവനോട് പറയേണ്ടി വരും. എന്റെ വാക്കല്ല, നബി തങ്ങൾ പഠിപ്പിച്ച. നിങ്ങൾക്ക് വേണ്ടി ക്ഷണിച്ചിട്ട് 11 മണിക്ക് വന്നു പോകാമെന്ന് കരുതിയ ഒരു മനുഷ്യൻ 12 വരെ 1.5 മണിക്കൂർ നിങ്ങളുടെ പിടിപ്പുകൾ കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പരലോകത്തോ പരാതി പറയും, ഞായറാഴ്ച ഉച്ചക്ക് 1.5 മണിക്കൂർ ഈ കുടുംബം നശിപ്പിച്ചതാണ് എന്റെ സമയം. വാപ്പയും മക്കളും കല്യാണം നടത്തിയവന്മാരും അതിന്റെ കണക്ക് പറയാതെ ഒരടി പടച്ചോ മുന്നോട്ട് വെക്കാൻ സമ്മതിക്കൂല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മനോഭാവം കൂടിക്കൊണ്ടിരിക്കുക. എല്ലാറ്റിലും ഒരു വെറൈറ്റി, ഫാഷനബിൾ. എത്രത്തോളം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞല്ലോ, ഇക്കഴിഞ്ഞ യുഎന്നിന്റെ സെൻസസ് പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ വാണിജ്യം നടക്കുന്നത് പടക്കോപ്പുകളാണ്. അത് രാജ്യങ്ങൾ തമ്മിലാണ്. അതിനുശേഷം നടക്കുന്ന വാണിജ്യം ലോകത്ത് 530 ബില്യൺ ഡോളറിന്റെ വാണിജ്യം നടക്കുന്നത് കോസ്മെറ്റിക് ഉപകരണങ്ങൾക്ക് വേണ്ടി, സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് വേണ്ടി. അതിന്റെ വലുപ്പം നമുക്ക് മനസ്സിലാക്കപ്പെടാന്ന് അറിയാം. അതേ യുഎന്നിന്റെ റിപ്പോർട്ടിലുണ്ട്, ലോകത്ത് മൊത്തം വിദ്യാഭ്യാസത്തിന് ചെലവാക്കുന്നത് ഇന്ത്യയിലെ കോളേജുകൾ, യൂറോപ്പിലെ കോളേജുകൾ, പശ്ചിമേഷ്യയിലെ കോളേജുകൾ, ആഫ്രിക്കയിലെ കോളേജുകൾ, ലോകത്തുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഒരു ലോകത്തുള്ള എല്ലാ ഗവൺമെന്റും കൂടി ചെലവാക്കുന്നത് 17 ബില്യൺ. ഈ ലോകം ഒട്ടുക്കും കോസ്മെറ്റിക്കിന് ചെലവാക്കുന്നത് 530 ബില്യൺ. മനുഷ്യൻ തിന്നുന്ന അന്നത്തിന് ഈ ലോകം ചെലവാക്കുന്നത് 123 ബില്യൺ. ഭക്ഷണത്തിന്റെ 5 ഇരട്ടിയാ കോസ്മെറ്റിക്. അതിന്റെ പരിണിത ഫലം എവിടെ എത്തിയെന്നറിയണേ? വീട്ടിൽ 2ാം ക്ലാസ്സിൽ പോകുന്ന ചെറിയ മക്കളെ ചുണ്ടുമലുണ്ട് ലിപ്സ്റ്റിക്, ഉമ്മാന്റെ വെട്ടി നിർത്ത് തേച്ചതാ. ആധുനികവൽക്കരണം, ലിബറൽ മനോഭാവം കുടുംബത്തിന്റെ അകത്തളത്തിലേക്ക് നിരങ്ങി കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു മാറ്റം അനിവാര്യമാണ്. ആർക്ക്, എങ്ങനെയാ ഈ സമൂഹത്തെ നമുക്ക് തിരുത്താൻ പറ്റുക? ഒരൊറ്റ വഴിയേ ഉള്ളൂ.
1400 വർഷങ്ങൾക്ക് മുൻപ് വീട്ടിന്റെ മുൻപിൽ വ്യഭിചാരത്തിന്റെ ബോർഡ് വെച്ച് ഓരോ രാത്രിക്കും പെണ്ണുങ്ങളെ കാത്തിരുന്ന ഒരു ജനതയെ മാറ്റിയ ഒരു ചരിത്രം. കൊന്നൊടുക്കുന്നവന്റെ കലയും താലും വെട്ടിമാറ്റി മരത്തിൽ കെട്ടിത്തൂക്കി തലയുടെ എണ്ണമെണ്ണി അതിന്റെ ആഘോഷത്തിൽ കള്ളുകുടിച്ച് പതിനിറങ്ങിയിരുന്ന ഒരു നാടിനെ ലോകത്തിന്റെ പ്രവാചകൻ മാറ്റി 23 കൊല്ലം കൊണ്ട്. കാരണം കയ്യിൽ പടച്ചോന്റെ കലാമുണ്ടായിരുന്നു. ആ റബ്ബിന്റെ വചനം കുടുംബത്തിൽ പ്രാവർത്തികമാക്കണം. ദീൻ എന്താണ് എന്ന് ഓരോരുത്തരെയും അറിയിച്ചു കൊടുക്കണം. എന്താണ് തൗഹീദ്? ഇന്ന് തൗഹീദുള്ള വാപ്പാന്റെ മക്കൾ പോലും, ഏകദൈവ വിശ്വാസമുള്ള വാപ്പാന്റെ മക്കൾ പോലും കുറെ സൂഫിസത്തേക്ക് പോകുന്നു, കുറെ ത്വരീഖത്തേക്ക് പോകുന്നു, കുറെ അക്കികളാകുന്നു. എന്താ സൂഫിസം? ഇസ്ലാമിനെ മായാലോകത്തോടുകൂടി അവതരിപ്പിക്കുക. ഓരോ സൂഫികൾ വന്ന് പാട്ടുപാടും, സംഗീതം ഹലാലാണെന്ന് പറയും. 2 വിരലുകളിൽ താങ്ങി നിന്ന് കുടുമയുള്ള തൊപ്പിയും വെച്ച് ഒരു മാസ്മരിക ഹുക്കയുടെ ലോകത്ത് പാടുമ്പോൾ മക്കൾക്ക് തോന്നി ഈ ഇസ്ലാം തിരക്കേടില്ല, വലിക്കുകയും ചെയ്യാം, പാട്ടുപാടുകയും ചെയ്യാം, നല്ല രസവും കിട്ടും. വേറൊരു ഭാഗത്ത് ത്വരീഖത്തുകളുടെ എണ്ണം കൂടി. അവരത് ആകാശത്ത് കൂടെ പോകുന്ന ഫ്ലൈറ്റിനെ പിടിച്ച് മടവൂരിറക്കി പോകുന്ന കഥയിലേക്ക് പോകുന്നു. തീവണ്ടിയിലെ കോഴിക്കോട് പിടിച്ചിട്ട് ഷെയ്ഖുനാക്ക് വേണ്ടി തീവണ്ടിയുടെ എഞ്ചിനിലേക്ക് അതിൻ്റെതായ കാര്യങ്ങളില്ലാത്തതിന്റെ പേരിൽ ഷവാമറിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് പിന്നെ എഞ്ചിനും മുണ്ടച്ച് ഷെയ്ക്ക് പോയി എന്നൊക്കെ കേട്ട് ഒരു കൂട്ടര് ത്വരീഖത്തേക്ക് പോയി. വേറൊരു കൂട്ടര് അക്കികളായിട്ട് വരുന്നു. അവരാണ് ഇക്കൂട്ടത്തിൽ രഹസ്യ അജണ്ടയിലൂടെ നമ്മുടെ മക്കളെ സ്വാധീനിക്കുന്നവർ. ആരാണ് അവര്? പ്രവാചകൻ 14 നൂറ്റാണ്ട് മുൻപ് മക്കയിൽ ജീവിച്ചതുപോലെ ജീവിക്കാനേ പാടുള്ളൂ. അതുകൊണ്ട് കന്തൂറിടണം, താടിയെ കൊണ്ട് നീട്ടി മുറ്റത്തെത്തിക്കണം, മീശ പച്ച വെട്ടണം, അത്തർ ഉൽക്കാനേ പാടുള്ളൂ, ആടിനെ മെക്കാനേ പാടുള്ളൂ, അല്ലെങ്കിൽ കാരക്ക മാത്രമേ തിന്നാനും പാടുള്ളൂ. എല്ലാം വളഞ്ഞൊരു മണ്ണായിട്ട് നമ്മുടെ നാട് മാറി. ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട വഴിയിലേക്ക് ഓരോരുത്തരും അങ്ങോട്ട് ചേക്കേറി. അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തി, തീർച്ചയായും നിങ്ങൾ അറിയണം മനുഷ്യരെ, റബ്ബിന്റെ അരികിൽ നിന്നും നിങ്ങൾക്ക് വന്നു കിട്ടിയ അള്ളാഹുവിന്റെ കലാം അത് നിങ്ങളും നിങ്ങളുടെ കുടുംബവും മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരൂല, നിങ്ങൾക്ക് ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരൂല, ഒരു ഭയം നിങ്ങൾക്ക് വേണ്ട. എന്ത് വേണം? അള്ളാഹു കാണിച്ചു തന്ന ദീനിനെ കൃത്യമായിട്ട് നിങ്ങൾ കുടുംബത്തിലേക്ക് അറിയിച്ചു കൊടുക്കണം. മക്കളെ വിളിക്കണം, അരമണിക്കൂർ ഇരിക്കണം, ഓന്റെ ദീനിനെ പറ്റി ചർച്ച ചെയ്യണം. എന്റെ അള്ളാഹിനെ പറ്റിയുള്ള വിശ്വാസം എന്താ മോനെ ചോദിച്ചിട്ടുണ്ടോ? വാപ്പാര് അരമണിക്കൂർ മക്കളെടുത്തിരുന്ന് ചോദിച്ചിട്ടുണ്ടോ? ആരാണ് അള്ളാഹ്? അള്ളാഹ് എങ്ങനെയാ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്? എങ്ങനെയാ പടച്ചോൻ നമ്മൾ വിശ്വസിക്കേണ്ടത്? ആ അള്ളാഹ് എങ്ങനെയാ ഉറച്ചു നിൽക്കേണ്ടത്? ആരാണ് പ്രവാചകനെന്നും ആ പ്രവാചകൻ ലോകത്തിന് കൊടുത്ത മാതൃക എന്താണെന്നും ആലോചിച്ചു നോക്കൂ. ഇന്നും ലോകത്ത് അത്ഭുതമായി നിൽക്കുന്ന ഒരു നായയുടെ കരിമൂക്കിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിഷം നശിക്കണമെങ്കിൽ മണ്ണ് വേണമെന്ന് ശാസ്ത്ര പുരോഗതിയില്ലാത്ത, മൈക്രോഫോണുകൾ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ അള്ളാന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർജവത്തോട് ഒരു വാപ്പാന്ന് പറയാൻ പറ്റണം, അള്ളാന്റെ ഹബീബിനെ പറ്റി പഠിക്കുമോനെ. 14 നൂറ്റാണ്ട് മുൻപ് നായകളുടെ കരിമൂക്കുകളില്ല വിഷം നശിപ്പിക്കാൻ വേണ്ടി മണ്ണ് മതി എന്ന് പറഞ്ഞൊരു പ്രവാചകനാണ് നമ്മുടെ പ്രവാചകൻ. ആധുനിക കാലഘട്ടത്തിൽ സംസാരിക്കുന്ന വാപ്പാർക്ക് പറയാൻ പറ്റണം, അള്ളാന്റെ ഹബീബ് 14 നൂറ്റാണ്ട് മുൻപ് ഒരിക്കൽ പറഞ്ഞു, എന്റെ അറേബ്യൻ ഭൂഖണ്ഡത്തിലേക്ക്, അറേബ്യൻ ജനതയിലേക്ക് യൂറോപ്യന്മാർ കടന്നു വരും. അറേബ്യക്കാരും യൂറോപ്യന്മാരും ടൈപ്പ് ഉണ്ടാക്കും. എന്തിന്? വെള്ളത്തിന്റെ പേരിലല്ല, ഇന്ധനത്തിന്റെ പേരിൽ. ഒരു മനുഷ്യനും ചെന്നു നോക്കാത്ത 19-ാം നൂറ്റാണ്ട് വരെ കാട്ടറവികൾ എന്ന് വിളിച്ചിരുന്ന അറേബ്യൻ ഉപഭൂഖണ്ഡത്തെ പെട്രോളിന്റെയും ഡീസലിന്റെയും ഗ്യാസിന്റെയും പേരിൽ ഇന്ന് ലോകത്തുള്ള മുഴുവൻ യൂറോപ്യന്മാരും ആർത്തി പിടിച്ചു വരുന്നുണ്ടെങ്കിൽ 1400 കൊല്ലം മുൻപ് അള്ളാന്റെ ഹബീബ് പറഞ്ഞ ഒരു വാക്കുണ്ട്, യൂറോപ്യന്മാർ എന്റെ നാട്ടിലേക്ക് തിണ്ണനിറങ്ങാൻ വരുന്ന ഒരു കാലം വരും. ഇതൊക്കെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ നമുക്കും ഇല്ല വിവരം, ഇനി പറഞ്ഞു കൊടുക്കാൻ നേരവും ഇല്ലെങ്കിൽ കാലത്തിന്റെ കുത്തൊഴുക്കിൽ മലവെള്ളപ്പാച്ചിലെ ലിബറൽവാദികളായിട്ട് മക്കൾ അങ്ങനെ ഓടും. ആരാ കുറ്റവാളി? ആരാ രക്ഷിതാക്കളിൽ കുറ്റവാളി? പ്രസംഗിക്കുന്ന മൗലവിമാരും പള്ളി കമ്മിറ്റിക്കാരുമാണോ? അല്ല, അള്ളാന്റെ ദീനിനെ പറ്റി കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കാത്ത രക്ഷിതാക്കൾ. ഒരിക്കൽ സയ്യിദുന അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഉമർ ബിൻ ഖത്താബിന്റെ അരികിൽ വന്നിട്ട് ഒരു വാപ്പ പറഞ്ഞു, ഉമറേ, നിങ്ങൾ എന്റെ മോനെ ഒന്ന് ഉപദേശിക്കണം, പറയുന്ന ഒന്നും അനുസരിക്കുന്നില്ല, ദീനുമായിട്ടൊരു ബന്ധവുമില്ല. ഉമർ ബിൻ ഖത്താബ് ആ കുട്ടിയെ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ, വാപ്പാക്ക് ഒരു പരാതി ഉണ്ടല്ലോ അങ്ങനെയൊക്കെ, അതുകൊണ്ട് ഞാൻ എന്നെ കുറച്ച് ഉപദേശിക്കാം. എന്നിട്ട് വാപ്പനെ സ്നേഹിക്കേണ്ടതും ഉമ്മാനെ ബഹുമാനിക്കേണ്ടതും അവരോട് ചെയ്യാനുള്ളതും ഒക്കെ കുട്ടിക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. കുട്ടിയൊക്കെ കേട്ട് തയ്യാറാണ്. എന്നിട്ട് സന്തോഷത്തോടെ ഇങ്ങനെ തിരിഞ്ഞു നടക്കുമ്പോ പെട്ടെന്ന് തിരിഞ്ഞു നിന്നിട്ട് കുട്ടി ചോദിക്കും, അല്ലയോ ഉമർ, എനിക്ക് അങ്ങയോട് ഒരു മറുചോദ്യമുണ്ട്.
ഉമറിന്റെ നേരെ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടെന്ന് കുട്ടി പറഞ്ഞപ്പോഴേക്കും സഹാബാക്കളൊക്കെ തൊട്ട് ഞെട്ടി. കാരണം ഉമറിന്റെ നേരെ ഒരാൾ അങ്ങനെ ചോദിച്ചിട്ടില്ല. ചോദിക്കാൻ ഭയക്കും, പേടിക്കും. അള്ളാന്റെ നിബിതങ്ങൾ പോലും ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉമർ ഒരു വഴിയിലേക്ക് വന്നാൽ ആ വഴിയിൽ പിശാച് പോലും വരാൻ പഠിക്കും. ആ ഉമറിന്റെ മുഖത്ത് നോക്കിയിട്ട് കുട്ടി പറയാം, ഉമറെ എനിക്കൊരു ക്വസ്റ്റ്യൻ തിരിച്ചു വയ്ക്കാനുണ്ട്. സഹാബാക്കളൊക്കെ ഇങ്ങനെ ഭയപ്പെട്ട് നിൽക്കുക. ഉമർ എന്ത് പറയുന്നു? ഉമർ പുഞ്ചിരിയോടെ പറഞ്ഞു, സൻ ചോദിക്കുമോനെ, എന്താ എന്റെ ചോദ്യം? ആ കുട്ടി ഒരു അല്പം പരിഹാസത്തോടെ ചോദിച്ചു, ഉമറെ, അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും നിങ്ങളെ പഠിപ്പിച്ചതിൽ മാതാപിതാക്കളോട് മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളതേ ഉള്ളൂ. ഈ മക്കളോട് മാതാപിതാക്കൾക്ക് ചെയ്യാനുള്ളതൊന്നും പ്രവാചകനൊന്നും പഠിപ്പിച്ചില്ലേ? ചോദ്യം കേട്ട ഉമറിന്റെ കണ്ണ് നിറയാൻ തുടങ്ങി. കുട്ടീനെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, മോനെ ഉണ്ട് എങ്കിൽ പറ ഉമർ, എന്തൊക്കെയാണ് ആ കാര്യം? എനിക്ക് എന്റെ മാതാപിതാക്കൾക്ക് എന്നോടുള്ള ബാധ്യത എന്താണെന്ന് പറയാൻ. ഉമർ റളിയല്ലാഹു ആദ്യം പറഞ്ഞു, മോനൊരു നല്ല ഉമ്മയെ തരണം വാപ്പ. ഇനി അമ്മയാണെങ്കിൽ നല്ലൊരു വാപ്പയെ കൊടുക്കണം. ഉടനെ കുട്ടി കൈയാട്ടി തലയാട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, വൈല നാശം സുമ്മ, അടുത്ത് പറയും മറേ. ഉമർ റളിയല്ലാഹു അൻഹു ഒരല്പം ആശങ്കയോടെ പറഞ്ഞു, മോനെ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു പേരിടണം. പേരിന്റെ കൂടെ വാപ്പാന്റെ പേര് കൂട്ടി വിളിക്കണം. വീണ്ടും കുട്ടി തലയാട്ടിയിട്ട് പറഞ്ഞു, വയ്യ നാശം സുമ്മ, അടുത്ത് പറയും മറേ. ഉമർ റളിയല്ലാഹു അൻഹു കണ്ണീരോടെ പറഞ്ഞു, ആ മക്കൾക്ക് വേണ്ടി ദുനിയാവ് ആഖിറത്തിനൊരുക്കുന്ന വാപ്പയുമ്മയായിരിക്കും. ദുനിയാവ് ആഖിറത്തിനൊരുക്കുന്ന വാപ്പയുമ്മയായിരിക്കും. മൂന്നാമത്തെ കേട്ടതോടുകൂടി ഉമറിന്റെ മുന്നിൽ വെച്ച് ആ കുട്ടി കൈയോട്ടി പറഞ്ഞു, ഹസ്ബുകല്ലാൻ, നിർത്തിക്കോ ഉമറെ, നിർത്ത് ഉമറെ. കുട്ടി തല കുടഞ്ഞിട്ട് വെറുപ്പ് കാണിക്കുന്നത് കണ്ട ഉമർ ചോദിച്ചു, എന്തേ? ആ കുട്ടി പറഞ്ഞു, ചോദിച്ചു, ഉമറെ, ഈ മൂന്നും എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ പറയണ്ട, ഈ മൂന്നും എനിക്ക് കിട്ടിയിട്ടില്ല. താങ്കൾ ആദ്യം പറഞ്ഞല്ലോ നല്ലൊരു ഉമ്മയെ തരണം, നല്ലൊരു വാപ്പയെ തരണം. എന്റെ വാപ്പ പൈസ ഉണ്ടാക്കാൻ ഓടുന്ന വാപ്പയാണ്. ആ വാപ്പ ഞാൻ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞത് എന്താണെന്നറിയോ ഉമറെ? നിസ്കരിക്കാത്തോ നോമ്പൊൽക്കാത്തോ ഒന്നല്ല, ഖുർആനോദാനല്ല. ഞാൻ വാപ്പാന്റെ കച്ചവടത്തെ സഹായിക്കുന്നില്ല, വാപ്പാന്റെ ഈ ആർത്തി പിടിച്ച സമ്പത്തിന്റെ പിന്നാലെ ഞാൻ ഓടുന്നില്ല. ഇതാന്റെ വാപ്പാന്റെ പരാതി. പിന്നെ ഉമ്മ എന്നെ സംബന്ധിച്ചിടത്തോളം വാപ്പയും ഉമ്മയും എന്നും കച്ചറ കൂടിയതേ ഞാൻ കണ്ടിട്ടുള്ളൂ. അണിയണം, വസ്ത്രം അണിയണം, മൂക്കുമുട്ട തിന്നണം, എന്നിട്ട് സുഗന്ധം പൂശണം, നാട്ടുകാരുടെയിൽ ഇങ്ങനെ പവറാക്കി നടക്കണം എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു ഉമ്മയും, അതിന് പൈസ ഉണ്ടാക്കാൻ ഓടുന്ന ഒരു വാപ്പയും, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു വാപ്പയും ഉമ്മയും. എനിക്കൊരു നല്ല വാപ്പൻ ഉമ്മയും തന്നിട്ടില്ല, നല്ലൊരു ഉമ്മനെ വാപ്പയും തന്നിട്ടില്ല. കുട്ടിയുടെ മുഖത്ത് നോക്കി ഉമറിന്റെ മുഖം ചുമക്കാൻ തുടങ്ങി. പിന്നെ ചോദിച്ചു, ഉമറെ, രണ്ടാമത്തത് നല്ലൊരു പേരിടണം എന്നല്ലേ? എന്റെ പേരെന്താന്ന് ചോദിച്ചിട്ടുണ്ടോ ഉമറെ? എന്റെ പേരെന്താണെന്നറിയോ ഉമറെ? കുതിരയുടെ പച്ച ചാണകത്തിന്റെ പേരാണ് എന്റെ പേര്. മക്കയിലെ ഉക്കാണ ചന്തയിൽ കുതിരനെ കൊണ്ടുവച്ച് കെട്ടുമ്പോ ആ കുതിര അപ്പിയിടും. അപ്പിയിട്ട ചാണകത്തിലേക്ക് നോക്കിയിട്ട് ആൾക്കാർ ചൂണ്ടി പറയും, അതാ ആ പേരാണ് എന്നെ വിളിക്കുന്ന പേരിന്റെ പേര്. ഞാൻ എങ്ങനെയാണ് ഉമറെ അത് കേൾക്കുമ്പോ അംഗീകരിക്കുക? ഇനി ഞാനിത് നിങ്ങളോട് ചോദിക്കുക സാന്ദർഭികമായിട്ട്, നിങ്ങൾ എത്ര മക്കളുടെ പേരിന്റെ അർത്ഥങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം? എത്ര പേർക്ക് അറിയാം? നമ്മക്ക് എഴുന്നപ്പ പേര് കിട്ടി ഒന്നുമില്ല. പെണ്ണുങ്ങളുടെ നാത്തോന്റെ ഇളയവന്റെ മോളുണ്ടായിരുന്നു തിരൂര്. ആടെ ഓർക്ക് മക്കൾക്ക് ഇട്ട പേരാണിത്. ഞാളേക്ക് എത്ര ബന്ധമൊന്നുമില്ലെങ്കിലും ആ പേര് കണ്ടപ്പോ രസം തോന്നി ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അത്രേ ഉള്ളൂ. ചിലരൊക്കെ എന്നോട് വിളിച്ചു വെക്കും, മൗലവി ഇങ്ങനെ ഒരു അറബി പേരിട്ടാൽ എങ്ങനെ ഉണ്ടാവും? ഞാനൊക്കെ എവിടുന്ന് കിട്ടിയതാ? കിട്ടിയതൊന്നല്ല, നമുക്ക് അങ്ങനെ അറബി വാക്കാണോ പേർഷ്യനാണോ ഗ്രീക്കാണോ എന്നൊന്നും ഓർമ്മയില്ല എന്നൊക്കെയാ പറയുക. ഇപ്പോഴും മക്കൾക്ക് സന ഫാത്തിമ എന്ന് വിളിക്കുന്ന വാപ്പാരുണ്ട്. എന്തിനെങ്കിലൊക്കെ ഒരു പേരിന്റെ രണ്ട് അക്ഷരത്തിന്റെ കൂടെ ഒരു ഫാത്തിമയും ഒരു മറിയോ ഒരു ആയിഷയും ഇനി അബ്ദുറഹ്മാനും മുഹമ്മദും ഒക്കെ കൂട്ടിയ ക്ലാസ്. എന്താ സന എന്ന് പറഞ്ഞ മദീന മിമ്പറിൽ വെച്ച് തിരുദൂതൻ പറഞ്ഞു, ഫഇൻ സന, ഈ കൂട്ടത്തിൽ വ്യഭിചാരികൾ ഉണ്ടെങ്കിൽ. വ്യഭിചാരികൾ അത്രത്തോളം നബി അള്ളാന്റെ പ്രവാചകന്റെ സഹാബത്തിനോട് മുഖത്ത് നോക്കി, ഉമറിന്റെ മുഖത്ത് നോക്കി കുട്ടി പറയാ, എന്റെ പേരൊരാള് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടല്ല ഉമറെ. എന്റെ വാപ്പാന്റോട് കൂട്ടിയിട്ട് വിളിച്ചിട്ടുമില്ല. ഇനി നിങ്ങൾ ഏത് പേരിട്ടാലും പടച്ചോന്റെ മുൻപിൽ അന്ന് വിളിക്കുക വാപ്പാന്റെ പേര് വെച്ചില്ല. അതെത്ര നാണം കെട്ട പേരാണെങ്കിലും വാപ്പന്റെ ചിലപ്പോൾ അബ്ദുറഹ്മാനായിരിക്കും, താഴെ വേറെന്തോ ആയിരിക്കും. അപ്പൊ പടച്ചോൻ തന്നെ ചോദിക്കുന്ന അബ്ദുറഹ്മാൻ, കാരുണ്യവാനായ അടിമയുടെ പേരിന്റെ കൂടെ ഈ തോന്നിയാസട എന്നോട് ആരാ പറഞ്ഞത്? പ്രവാചകന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫാത്തിമാന്റെ പേരിന്റെ കൂടെ പേരിടാൻ എന്നോട് ആരാ പറഞ്ഞത്?
അർത്ഥമറിയാതെ എന്റെ പേരിട്ട് എന്റെ വാപ്പയല്ലേ ഉമറെ കുറ്റവാളി, എന്റെ ഉമ്മയല്ലേ ഉമറെ കുറ്റവാളി. ഉമറിന്റെ കണ്ണീരുകൾ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. പിന്നെ പറഞ്ഞു, ഉമറെ നിന്റെ ആഹാരത്തിന് വേണ്ടി ദുനിയാവ് സ്നേഹിച്ച വാപ്പന്റെ ഒന്നല്ല. കാരണം എന്റെ ആഹാരത്തിന്റെ ഒരു വാക്ക്, മോനെ എനിക്ക് സ്വർഗം വേണ്ട മോനെ, എനിക്ക് പടച്ചോന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ട മോളെ എന്നൊരു വർത്താനം വാപ്പയും എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ത്യാഗം എനിക്ക് വേണ്ടിയിട്ട് ഒരു ചെയ്തത് എനിക്ക് അറിയൂല ഉമറെ. ഒരു നിസ്കാരത്തിന് അവരെന്നെ കൊണ്ടുപോയിട്ടില്ല, ഒരു ജമാഅത്തിന്റെ പ്രാധാന്യത്തിലോട് എന്നെ കൂട്ടിപ്പിടിച്ചിട്ടില്ല, ഒരു ഖുർആനിന്റെ ആയത്തോതാൻ വേണ്ടി എന്നോട് മത്സരബുദ്ധിയോടെ പെരുമാറിയ ഒരു വാപ്പനെയും എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി അത് ഓതിയിട്ട് ഇവിടുന്ന് ഇറങ്ങിയാൽ മതി എന്ന് പറയുന്നു. അതിന്റെ അല്ലാത്ത കാര്യത്തിന്, കാലൊക്കെ വെറുക്കാത്തതിന്, ഈത്തപ്പനക്ക് വളമിടാത്തതിന്, ഈത്തപ്പന വളച്ചു കെട്ടാത്തതിന്, ഇതിനൊക്കെ പിന്നെ ദേഷ്യം പിടിക്കും, എന്നോട് ചൂടാവും, എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. പക്ഷെ എന്റെ ആഹാരത്തിന് വേണ്ടിയിട്ട് ഒരായത്തോതാൻ, ഒരു സുന്നത്ത് സ്കരിക്കാൻ എന്റെ വാപ്പയും എന്നോട് പറഞ്ഞിട്ടില്ല പറയും. ഉമറടക്കം മുഴുവൻ സഹാബാക്കളും കരയാൻ തുടങ്ങി. നാളെ ഇതേ ചോദ്യം എന്നോടും നിങ്ങളോടും പടച്ചോന്റെ കോടതിയിൽ മക്കൾ ചോദിക്കുന്നത് മനസ്സിലുണ്ടാവണം. ആ തിരിച്ചറിവാണ് മനുഷ്യരെ ഇന്നത്തെ ജനറേഷനെ രക്ഷപ്പെടുത്താനുള്ള വഴി. അല്ലാണ്ട് ഒരു വഴിയില്ല. അള്ളാഹുവിന്റെ അരികിൽ നിന്നും റബ്ബേൽപ്പിച്ചു തന്ന വഴി നമ്മളിലൂടെ നമ്മുടെ മക്കളിലേക്ക് പടർന്നാൽ നാളെ പടച്ചോന്റെ അടുത്ത് മക്കൾ പറയുന്ന പരാതിയേക്കാൾ അള്ളാഹു നമ്മളെ ബഹുമാനിക്കും. കാരണം പടച്ചോന്റെ അടുത്ത് മക്കൾ പറയുന്ന പരാതിയെ പറ്റി വിശദീകരിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട്. ചില മക്കൾ റബ്ബിനോട് പറയും, നാഥാ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പരീക്ഷണം എന്താണെന്നറിയോ, അത് ഈ ഉമ്മന്റെയും വാപ്പന്റെയും മക്കളായി ജനിച്ചു പോയതാണ്. പടച്ചോനെ പേടിയുള്ള ഒരു വാപ്പയമ്മയായിരുന്നെങ്കിൽ ഈ ഗതികേടിന് ഞങ്ങൾ എത്തൂലായിരുന്നു റബ്ബേ. അപമാന ഭാരം കൊണ്ട് വിരല് കടിച്ചു നിൽക്കുന്ന വാപ്പന്റെയും എന്റെയും മുഖത്ത് നോക്കിയിട്ട് പിന്നെ മക്കൾ പറയും, സാധുക്കളാ റബ്ബേ, കുറെ നയിച്ചുണ്ടാക്കി എനിക്ക് ബാക്കി വെച്ചിട്ടാ പോയത് എന്നല്ല. എന്റെ ആഹാരം നഷ്ടപ്പെടുത്തിയ ഈ രണ്ടു പേരെയും കാലിന്റെ ചുവട്ടിൽ വെച്ച് തന്നാൽ ചവിട്ടി അരക്കിയായിരുന്നു റബ്ബേ ഞാൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെ എത്തും? നമ്മുടെ കുടുംബം എവിടെ എത്തും? ഞാൻ ഈ ഇരിക്കുന്നങ്ങളെ ഒന്നും ആക്ഷേപിക്കല്ല, ഞാൻ അത്ഭുതപ്പെടുക. ഞാൻ ഇതുവരെ പോയ പള്ളിയേക്കാൾ കൂടുതൽ ചെറുപ്പക്കാരി കൂട്ടത്തിലുണ്ട്, കുട്ടികളുണ്ട്. കോഴിക്കോട് നിന്ന് ഞാൻ ഒരിക്കലും ഒരു പ്രസംഗത്തിന് പോകുമ്പോ എന്റെ നാട്ടിൽ നിന്ന് ഞാൻ ഏകദേശം ബട്ട് റോഡ് എടുത്താൻ എടുത്തത് അരമണിക്കൂറാണ്, 23 കിലോമീറ്റർ. ബട്ട് റോഡ് നിന്ന് കോതിപ്പാലത്തെത്താൻ ഞാൻ എടുത്തത് 3/4 മണിക്കൂറാണ്. കാരണം നോമ്പ് തുറന്നിട്ട് പരക്കമായ മനുഷ്യന്മാര് തിന്നാൻ ഓണടിച്ചാലും മാറി തരില്ല. അതിന്റെ പേരൊക്കെ ഭയങ്കര രസങ്ങൾ നോക്കാൻ മനുഷ്യന്റെ ആമാശയം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇതിൽ ഡോക്ടർമാരുണ്ടാവാം, എന്നാലും ഞാൻ പറയാം, കേരളത്തിലെ 3 കോഴിക്കോട് ജില്ലയിലെ 3 സ്ഥാപനങ്ങളിൽ യൂറോപ്യൻ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തു. അത്രയേറെ ആമാശയ വൃക്കരോഗികൾ നമ്മൾക്കിടയിൽ കൂടുന്നു. ലിസ്റ്റിൽ 1ാമത്തെ വേട്ടാളൻ, 2ാമത്തെ കാട്ടാളൻ, 3ാമത്തെ പൊട്ടിത്തെറിച്ച്, 4ാമത്തത് ഹൃദയം കലക്കി, 5ാമത്തത് ഉദരം കലക്കി, വാരി തിന്ന മനുഷ്യന്മാര്. എന്നിട്ട് നമ്മൾ പറയുന്ന കുറ്റ കാലം അങ്ങനത്തതായി. ഇപ്പോഴത്തെ അവസ്ഥ പകരം ആ തിരിച്ചറിവോടുകൂടി അള്ളാന്റെ അടിത്തേക്ക് ചേർന്ന് നിൽക്കാൻ പറ്റണം. നാളെ പടച്ചോന്റെ അടുത്തേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന മക്കളുടെ കൈകളിൽ നിന്നും നാവുകളിൽ നിന്നും നല്ലൊരു പ്രാർത്ഥനയോടെ തിരിച്ചു പോകാൻ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിച്ച അള്ളാഹ് തരുന്ന. സഹാബത്ത് ചോദിച്ചു, നബിയെ മക്കൾ നന്നാവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവോ? നബി പറഞ്ഞു, ഞാനല്ല പ്രാർത്ഥിക്കേണ്ടി, നിങ്ങൾ പ്രാർത്ഥിക്കണം. പള്ളിയിൽ ഉസ്താദിനോട് ചോദിച്ചല്ല പറയേണ്ടി, 2 കൈയും നെട്ടിയിട്ട് പടച്ചോനോട് പറയണം, എന്റെ മക്കൾക്ക് ഞാൻ നല്ലൊരു വാപ്പയാവാണ് റബ്ബേ, ഉമ്മയാവാണ് റബ്ബേ. ഞാൻ ആഗ്രഹിച്ച മക്കളെ എനിക്ക് തിരിച്ചറിയണം. ദുനിയാവിൽ അവർ പട്ടിണി കിടന്നാലും ഞാൻ കരയൂല, ആഖിറത്തിൽ എന്റെ മുൻപിൽ തീയിപ്പെട്ടാൽ ഞാൻ കരയും. ആ പ്രാണന്റെ പ്രാർത്ഥന ഒരു വാപ്പയും നടത്തിയ അത് മക്കൾക്കും കിട്ടും, അത് മക്കൾ നടത്തിയ വാപ്പക്കും മക്കും കിട്ടും. അതിന്റെ വീട്ടിലും നമുക്കും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയാറുണ്ട്, എവിടെയപ്പം മരിച്ചാ മയ്യത്ത് സ്കരിക്കാൻ നിൽക്കേണ്ടതെന്ന് പോലും ചിലർക്ക് അറിഞ്ഞൂടാ. നോമ്പിന്റെ കുറച്ചു ദിവസം മുൻപ് ഒരു മയ്യത്ത് പങ്കെടുക്കാൻ പോയി. മരിച്ചതോ എന്റെ അമ്മയാണ്. അത്യാവശ്യം ഡിഗ്രി ഒക്കെ വാങ്ങിയ ഒരു ചെറിയ ചെറുപ്പക്കാരനാ, യൂറോപ്യൻ ഭാഗത്തോടെയോ ജോലി ചെയ്യുന്നത്. എല്ലാവരും കൂടി പറഞ്ഞു, ഇമാമക്കെട്ടെ ഏതല്ലേ, എല്ലാവരും കൂടി ഉണപ്പിടിച്ച് ഇമാമത്തി. അപ്പൊ ഉമ്മന്റെ മയ്യത്ത് 1ാം സഫ് കിട്ടിയിട്ടുണ്ട്. അവൻ തലഞ്ഞെടുത്തു കഴിഞ്ഞു. അപ്പൊ ഒരു കാരണോട് വലിച്ചിങ്ങോട്ട് മാറ്റി. അപ്പൊ തിരിഞ്ഞു നിന്നിട്ട് കാരണോരോട് ചൂടാക്കുക, തല വെടിയാ കാട്ടാൻ. മരിച്ചത് ഉമ്മയാണെങ്കിൽ പെണ്ണാണെങ്കിൽ നടുവിലാ നിൽക്കേണ്ടി മയ്യത്ത് സ്കരിക്കാൻ. അത് അറിഞ്ഞൂടെ സാധുവിന്. പിടിച്ച് നടുക്കാക്കിയ കാരണോരോട് ചൂടാക്കുക, തല എവിടെയാണ്. മരിച്ചത് വാപ്പയാണെങ്കിൽ തലക്ക് ഭാഗത്ത് കാണും, ഉമ്മയാണെങ്കിൽ മധ്യഭാഗത്ത് കാണും. ഇതും അറിഞ്ഞൂടാത്തവരുണ്ട്, ഇപ്പൊ കേൾക്കുന്നവരുണ്ടാവും കൂട്ടത്തിൽ. ഞാൻ ഉറപ്പിച്ചു പറയും.
ഇനി വാപ്പാൻമാരോട് മക്കളോട് ചോദിക്കണം, ഉമ്മപ്പ മരിച്ച വാപ്പപ്പ മരിച്ച അങ്ങനെങ്ങനെ മയ്യത്തൊഴിപ്പിക്കുക? സാധാരണ ഷവറിലോട്ട് കൊണ്ടുവച്ചിട്ട് ഇരുത്തിച്ചിട്ടാ അല്ല, കിടക്കുന്ന ഒരു ഉമ്മാൻ ആദ്യം ഒഴിപ്പിക്കണം വാപ്പനെ. എന്നിട്ട് ആദ്യം വെള്ളം ഒഴിക്കേണ്ട ഒരു ഭാഗമുണ്ട്. അത് എത്ര കപ്പ് വെള്ളം ഒഴിക്കണം ഇസ്ലാമിലുണ്ട്. എങ്ങനെയാണ് മടക്കി കടത്തി വയറ് വൃത്തിയാവുന്ന രീതിയിൽ ഇടത്തെ കയ്യിൽ ശീല ചുറ്റി എങ്ങോട്ട് മടക്കി വെച്ചിട്ടാ വാപ്പാന്റെ ഉമ്മാന്റെയും വയറ് തടവേണ്ടിയത് ഇസ്ലാമിലുണ്ട്. അവസാനം കുളിപ്പിച്ചിട്ട് ഏത് വെള്ളം ഒഴിക്കണം ഇസ്ലാമിലുണ്ട്. 3 വെള്ളത്തുണിയിൽ ഒരു മുട്ടായി പൊടിയുന്ന മാതിരി തലക്കു ഭാഗത്തേക്കും കാൽ ഭാഗത്തേക്കും കൊണ്ട് തിരിച്ചു കെട്ടാനുള്ള രീതിയിൽ എങ്ങനെ കെട്ടണം ഇസ്ലാമിലുണ്ട്. അത് മരിച്ചെടുക്കുന്ന വാപ്പാന്റെ കെട്ടാൻ നാട്ടിലെ പള്ളിയിലെ സെക്രട്ടറിയുടെയും മൊയ്യാരെയും കൂട്ടിക്കൊണ്ടുവരേണ്ട ഒരു ഗതികേട് വന്ന ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയ പരാജയമാണ് ആ മക്കളും. ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയ പരാജയമാണ് ആ വാപ്പയും. ഞാൻ പറഞ്ഞല്ല, ഹബീബുന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മയ്യത്ത് കൊണ്ടുവച്ചിട്ട് 1ാമത്തെ തക്ബീറിന് ശേഷം 2ാമത്തേന് ശേഷം 3ാമത്തേന് ഒരു പ്രാർത്ഥന ഉണ്ട്. ഹൃദയം തൊട്ട് വാപ്പാന്റെ ആഹറും സ്വപ്നം കണ്ട് ഉമ്മാനെ മനസ്സിലാലോചിച്ച് മക്കൾ പറയുന്ന ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു വഅഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സി മദ്ഖലഹു. പടച്ചോനെ, ദുനിയാവിനേക്കാൾ നല്ലൊരു പാർപ്പിടം, ദുനിയാവിനേക്കാൾ നല്ലൊരു കുടുംബം, ദുനിയാവിനേക്കാൾ നല്ലൊരു പ്രവേശനം. ഇത് ചോദിക്കുന്നവൻ ആ പ്രാർത്ഥന അക്ഷരത്തെറ്റില്ലാണ്ട് തപ്പിത്തടയാണ്ട് പറയാൻ പറ്റിയ നിങ്ങൾ പുണ്യം ചെയ്ത വാപ്പയും വയ്യ. അവസാനത്തെ ഒരു പ്രാർത്ഥനയെങ്കിലും നല്ലോണം കിട്ടും. അത് ചൊല്ലാൻ അറിഞ്ഞൂടാത്ത മക്കളാണ് അവനാന്റെ വീട്ടിനുള്ളിലുള്ളതെങ്കിൽ ഒരു 10 മിനിറ്റ് ഒക്കെ ഒന്ന് പുരയിലിരിക്കണം. എന്തിന്? അവനവന്റെ ജീവിതവും കുടുംബവും ആലോചിക്കാൻ. പടച്ചോ വെറുതെ തന്നല്ല, അള്ളാഹ് ദുനിയാക്ക് പറഞ്ഞേച്ചത് ഇവിടെ ആലീസ് മട്ടിലെ കൊട്ടാരങ്ങൾ വെട്ടിപ്പിടിക്കാനും പൈസ ഉണ്ടാക്കാനും അല്ല. ആദം നബീനെ പുറത്താക്കി, നമ്മളൊക്കെ സ്വർഗത്തിലായിരുന്നു വേണ്ട. ആദം നബീനെ പടച്ചോ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് പറഞ്ഞു, ആദമേ, ഇനി എനിക്ക് സ്വർഗത്തിൽ കയറണമെങ്കിൽ നിന്നനുസരിച്ച് സമാധാനത്തിൽ ദുനിയാവിന് ജീവിക്കണം. അങ്ങനെ ആദം നബിക്ക് ശേഷം ജീവിക്കാൻ വന്നവരെ ഞാനും കൂടെ ഒക്കെ ഒരു 10, 60, 20 കൊല്ലം ചെന്ന് കയറേണ്ടത് ഇനി അള്ളാന്റെ അടുത്തേക്ക് തന്നെയാണ്. ഈ അല്പകാലത്ത് പടച്ചോൻ തന്ന കുടുംബം എന്ന മഹാസൗഭാഗ്യത്തെ കൈവിട്ട് ദുനിയാവിൽ എന്തൊക്കെയോ നേടി എന്നുള്ളൊരു അഹങ്കാരത്തിലും സന്തോഷത്തിലുമാണെങ്കിൽ ശ്വാസം നിലയ്ക്കുന്ന അന്ന് മുതൽ നമ്മൾ അറിയും, ഖബർ പുറത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥനക്ക് പോലും ശക്തിയില്ല. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആയുസ്സിൽ പടച്ചോന്റെ മണ്ണിന്റെ അടിയിൽ നമ്മൾ കരയാതിരിക്കാൻ ഈ തലമുറയെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. നല്ല മക്കളായി വരും. ഈ കേരളം പട്ടിണി കിടന്നപ്പോ മുണ്ട് മുറുക്കിയെടുത്ത് ചുരം കയറിയവര്, പാവപ്പെട്ടവന്റെ കുടിലുകളിൽ മലവെള്ളപ്പാച്ചിൽ കയറി വന്നപ്പോ എല്ലാം മറന്ന് രക്തം ദാനം ചെയ്തവരും സഹായിച്ചവരും ഒക്കെയാണ്. പക്ഷേ ദുശക്തികളായ ലിബറലുകൾ, നിരീശ്വരവാദികൾ, ഇവിടെയുള്ള നിരീശ്വരവാദികൾ ഈ മക്കളെ ലക്ഷ്യം വെക്കുന്നുണ്ട്. അവരുടെ തോന്യാസത്തിന് വേണ്ടി, അവരുടെ ആസ്വാദനത്തിന് വേണ്ടി, അവരുടെ കുത്തഴിഞ്ഞ ജീവിതത്തെ ന്യായീകരിക്കാൻ വേണ്ടി. അതിലേക്ക് നമ്മൾ മക്കൾ പോകുന്നത് ഏത് വീടുകളിലൂടെയാണെങ്കിലും, ഏത് പരസ്യക്കാരന്റെ, ഏത് രാഷ്ട്രീയക്കാരന്റെ ചൊൽപ്പടിയിലൂടെയാണെങ്കിലും, ഏത് സിനിമാ നടന്റെ വാക്ക് കേട്ടിട്ടാണെങ്കിലും ശരി, അവനോട് പോയി പണിയൊക്കെ പറയണം. എനിക്കിന്റെ ആഹാര വലുത്, എനിക്കിന്റെ കുടുംബ വലുത്, എനിക്കിന്റെ ജീവിത വലുത്. നാളെ റോഡ് വക്കിൽ മരിച്ചു കിടക്കുന്നവനാണെങ്കിലും, വീട്ടിന്റെ സിറ്റ് ഔട്ടിൽ മരിച്ചു കിടക്കുന്നവനാണെങ്കിലും, എന്റെ തലക്കും ഭാഗത്ത് മയ്യത്ത് കാണാൻ വരുന്ന ഒരു മനസ്സോർന്ന് പറയണം, നല്ലൊരു വാപ്പയും നല്ലൊരു മക്കളായിരുന്നു, നല്ലൊരു കുടുംബായിരുന്നു. അതാ സമ്പാദ്യം, അതാ ഇസ്സത്ത്. അത് നേടാൻ വന്നോല മനുഷ്യരെ ഞാനിങ്ങളും ഒക്കെ. അത് നേടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളാവാൻ അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വ പാപങ്ങളും പുറത്ത് റബ്ബിന്റെ സ്വർഗത്തിൽ ഇതിനേക്കാൾ മനോഹരമായ ഫിർദൗസിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാദാ, നീ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇസ്ലാമികപരമായ ഒരു കുടുംബ ജീവിതം നയിക്കാൻ, നീ ആഗ്രഹിക്കുന്ന ഒരു മക്കളായി ഞങ്ങളുടെ മക്കളെ വളർത്താൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണമേ. നാദാ, ചെറുതും വലുതുമായ അസുഖങ്ങൾ ബാധിച്ച് അങ്ങേയറ്റം സങ്കടപ്പെടുന്നവരുണ്ട് റബ്ബേ. ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ അസുഖങ്ങളും നീ എളുപ്പത്തിൽ ശിഫയാക്കി നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم انصر لغزة. നാദാ, പ്രവാസ ലോകമടക്കം പലരും ആശങ്കയിലാണ് റബ്ബേ. എന്താണോ ഏറ്റവും ഖൈറായത്, ആത്യന്തികമായ സമാധാനവും സംരക്ഷണവും നൽകി ഞങ്ങളുടെ സഹോദരങ്ങളെയും രാജ്യങ്ങളെയും നീ ഏറ്റവും നല്ല സമാധാനത്തിലേക്ക് എത്തിക്കണമേ. അവസാനമായി എല്ലാ കൊല്ലവും സൂചിപ്പിക്കുന്ന കാര്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ യത്തീം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് തിരൂരങ്ങാടി യത്തീംഖാന.
ഇപ്പോഴും 120-ലധികം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അവരുടെ ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, പെരുന്നാള് ഇതൊക്കെ അവിടെ തന്നെയാണ്. ആ കുട്ടികളുടെ കലക്ഷനാണ് ഇന്ന് ഈ പള്ളിയിൽ നടക്കുന്നത്. ഈ ദിവസം കിട്ടുന്നതാണ് ഈ ഒരു വർഷത്തേക്കുള്ള അവരുടെ കലക്ഷൻ. ഞാൻ അതിന്റെ റിസീവർ ഒന്നുമല്ല, പക്ഷെ അങ്ങനെ ഒരു സ്ഥാപനത്തിലാണ് ഞാനും പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ പങ്കെടുക്കുന്ന എല്ലാ സദസ്സിലും ഞാൻ ആ കുട്ടികളെ പറ്റി പറയാറുണ്ട്. സാധിക്കുന്ന ആളുകൾ സഹകരിക്കുക, അല്ലാത്തവര് പ്രാർത്ഥിക്കുക. വാക്കുകൾ എവിടെയെങ്കിലും അതിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.